Alaikum assalam. Moscow, Moscow. Moscow. English. Hindustan. Hindustan. Yaxshi. Shtatdan ravuz. Buna bizda Afrikada turadigan bor-ku. Qarasan, Sudaqdan qarasan. Ana bir chiqdilar. Ko'rdi? Aha. Biz Afrikada kamera o'qistamiz. Yo'q, asib bitgan bu. Thank you. ഭാഗ്യം പോയിട്ടില്ല അവരെല്ലാം ലൈറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു കേട്ടോ. എല്ലാ സംഭവങ്ങളും നോക്കി. ക്യാമറ കണ്ട ഓടി. അവരെ അതാ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. എനിക്ക് രാത്രി പിടിക്കും 100% ഉറപ്പായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ കാണുന്ന സീറ്റ് ബെൽറ്റ് ഇട്ടത്. ലിബിനോട് ഇടാനും പറഞ്ഞു. ഞങ്ങൾ ഇട്ടായിരുന്നു. പിന്നെ ക്യാമറ ഉള്ളതുകൊണ്ട് പോയി കിട്ടി കേട്ടോ. എന്നോട് ഇറങ്ങാൻ പറഞ്ഞു. ഓടി വന്ന് ക്യാമറ 3 ദിവസം ക്യാമറ ഉണ്ട് മുക്കോളാൻ പറഞ്ഞു. ഗൈസ് ഫൈനലി നമ്മൾ പോകുന്ന വഴിക്കാണ്. അപ്രോക്സിമേറ്റ് ഇനിയും മണിക്കൂറുകളോളം ഓടേണ്ടി വരും. ഗൈസ് നോക്കൂ, അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം, ഏകദേശം 2 മാസത്തിന് ശേഷം നമ്മൾ അങ്ങനെ നമ്മുടെ അടുത്ത വീടായ നമ്മുടെ TT നെപ്പോളിയന്റെ അടുത്ത് ഞങ്ങൾ കിടന്നുറങ്ങി ഗൈസ്. കാരണം ഞങ്ങൾ തളർന്നു പോയി. കിടന്നത് മാത്രം ഓർമ്മ 2 മണിയായപ്പോഴാണ് ഏറ്റത്. ഗൈസ് നോക്കൂ, അതായത് നമ്മുടെ റൂട്ട് മാപ്പ് എന്ന് പറയാം. നമുക്ക് റഷ്യൻ വിസ 30 ദിവസത്തെ വിസയാണ് എടുത്തത്. അതിൽ 5 ദിവസം കളഞ്ഞു കുളിച്ചു. ഇനി ബാക്കിയുള്ളത് 25 ദിവസമാണ്. അതിൽ 2-3 ദിവസം വേണം. ഉറാൽ എന്ന് പറഞ്ഞ ബോർഡർ വഴിയാണ് നമ്മൾ റഷ്യയിലേക്ക് കയറാൻ വേണ്ടി. പക്ഷേ ഇവിടെ 2500 കിലോമീറ്റർ ഓടിക്കാൻ ഒരു ദിവസം 9 മണിക്കൂറും കണ്ടില്ല കാണിക്കുന്നത്. അൽമാട്ടിന്ന് എങ്ങോട്ട് നമ്മുടെ ഉറാൽ എന്ന് പറഞ്ഞ ബോർഡറിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഉറാലിന്റെ സൈഡിലുള്ള റഷ്യൻ ബോർഡറിലോട്ടാണ് നമ്മൾ പോകുന്നത്. യെസ്, ആ ഒരു ബോർഡറിലേക്ക് 2700 കിലോമീറ്റർ ആയിരുന്നു. അതിൽ 100 കിലോമീറ്റർ ഇന്നലെ രാത്രി ഓടിച്ചു. പരമാവധി ഓടിക്കുക എന്നുള്ളതാണ്. കാരണം വിസ തീർന്നുകൊണ്ടിരിക്കുകയാണ്, കാർനെറ്റ് തീർന്നുകൊണ്ടിരിക്കുകയാണ്, ഷങ്കൻ വിസകൾ തീർന്നുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങളുടെ കയ്യിലുള്ള വിസകൾ തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഗൈസ് നോക്കൂ, വാഹനം വളരെ വളരെ കഷ്ടത്തിലാണ്. അതായത് വണ്ടിയുടെ വയറിങ്ങും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കുറേയൊക്കെ ഒട്ടിച്ചു. പിന്നെ വണ്ടി ഫുള്ള് ചെളിയാണ്. ഏതെങ്കിലും കഴുകുന്ന സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് കഴുകണം. അതായത് ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ, കഴുകുന്ന നമ്മുടെ നാട്ടിൽ പോലെ നമ്മൾ തന്നെ വണ്ടി കഴുകണം. പക്ഷേ ഇവിടെ ഉള്ളവർക്ക് പറ്റും, നമ്മളെ കൊണ്ട് പറ്റില്ല. കാരണം വെച്ചാൽ -5 -6 ഒക്കെയാണ് ഇപ്പോഴത്തെ കാലാവസ്ഥ. ഇപ്പൊ -4. ഇതിന്റെ അടുത്ത് ഞങ്ങൾ വെള്ളം കൂടെ പിടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ചത്തുപോകും. അതാണ് യാഥാർത്ഥ്യം. ഇവിടെ ഉള്ളവർക്ക് കുഴപ്പമില്ല. ഈ കാലാവസ്ഥയായിട്ട് ഇവർ ഇണങ്ങിയതാണ്. നമ്മളിപ്പം വീട്ടിലും കൂടെ പോയിട്ട് വന്ന കാരണം നമുക്ക് ഇണങ്ങാൻ ഇച്ചിരി താമസം എടുക്കും. ഗൈസ് നോക്കൂ, അതായത് ഇത് കണ്ടോ, ഈ കാണുന്ന ഈ ഒരു പാർക്കിങ്ങിലാണ് ഞാൻ വണ്ടി ഇട്ടത്. ഇവിടെ ഇന്നലെ നമുക്ക് ഇത്ര ഓടിച്ചിട്ടൊന്നും പെട്രോൾ പമ്പ് സംഭവങ്ങളൊന്നും കിട്ടില്ല. ഇഷ്ടം പോലെ വണ്ടി എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ വാഹനങ്ങളാണ്. ഈ കാണുന്നതൊക്കെ ചൈനയിൽ നിന്ന് ലോഡായിട്ട് വരുന്ന വാഹനങ്ങളാണ്. ഓരോ രാജ്യങ്ങൾ, കിർക്ക്, കസാക്ക്. നമ്മളിപ്പോൾ മീഡിയേറ്റർ ആട്ടോ സത്യം പറയുകയാണെങ്കിൽ. അല്ല, ഇതിപ്പം കിർഗിസ്ഥാൻ്റെയും പിന്നെ ഉസ്ബെക്കിസ്ഥാൻ്റെ ഒക്കെ സൈഡ് കയറുന്നതാണ് നമ്മൾ പോകുന്നത്. ഇതുകൊണ്ട് ഇഷ്ടംപോലെ വണ്ടികൾ ചൈനയിൽ നിന്ന് വരുന്ന കാണാം. അവിടെയൊക്കെ മഞ്ഞുണ്ട്. ആ വെളുത്ത് കാണുന്നതൊക്കെ മഞ്ഞാട്ടോ. ഇതുകൊണ്ടോ ഈ വെളുത്ത് കാണുന്നത്. പിന്നെ ഈ റോഡിന്റെ അപ്പുറം വെളുത്ത് കാണുന്നൊക്കെ മഞ്ഞാട്ടോ ഫുള്ള്. അല്ലെ ലിബിയ? ഇത് ശരിക്കും വെച്ചാൽ ചൈന, അതായത് യൂറോപ്പ് കോറിഡോറാണ് ശരിക്കും പറയുവാണെങ്കിൽ. ഇവിടുന്നാണ് യൂറോപ്പിലോട്ട് സാധനങ്ങൾ പോകുന്നത്. അത് കാരണമാണ് ഇത്രയധികം വണ്ടികളുള്ളത്. ഇതൊക്കെ പഴയ വോൾവോ, ഇതൊക്കെ കസാക്ക് വണ്ടിയാണ്. ഗൈസ് അതിൻ്റെ മുമ്പായിട്ടേ നമുക്ക് നമ്മുടെ വണ്ടി ഇത്ര ദിവസം എടുക്കാത്തതുകൊണ്ട് വണ്ടിയുടെ ഫ്രണ്ട് ഗ്ലാസ് ഒക്കെ ഫുൾ അലമ്പായിട്ടിരിക്കുകയാണ്. അപ്പം ഗ്ലാസ് കഴുകണം. പിന്നെ കുറേ സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്. നോക്കണം കേട്ടോ, ഞാനൊന്ന് രാവിലെ ഒന്ന് ആണോ. പിന്നെ നാട്ടിൽ നിന്ന് വളരെ സന്തോഷത്തോടുകൂടി പിക്സൽ കൊണ്ടുവന്നതാണ്. ഞാൻ അഖിലിനോട് ചോദിച്ചിട്ട് അത് വെച്ചാണ്. എൻ്റെ കഷ്ടകാലത്തിന് ആ സാധനം അടിച്ചുപോയി. വണ്ടിയുടെ ഫ്രണ്ടിൽ വെക്കാൻ വേണ്ടി വാങ്ങിച്ച പിക്സലാണ്. അത് പോയി കിട്ടി അല്ലേ ലിബിയ? അത് ഭയങ്കര കോമഡി. നമുക്ക് യോഗമില്ല. ഓരോ ലൈറ്റായിട്ട് പമ്പടം പൊട്ടുന്ന പോലെ പൊട്ടുന്നുണ്ട്. ഗൈസ് ഇത് കണ്ടോ, ഇതിൻ്റെ ഈ അടിഭാഗം കണ്ടോ, ഇവിടെ കുറച്ച് ലൈൻ പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് നേരത്തെ വീഡിയോ കണ്ടവർക്കറിയാം. ഇതുണ്ട് ഇത്രയും ഭാഗങ്ങൾ ഏകദേശം ഇതുണ്ടോ, ഇത് ഫുള്ള് എന്തായിട്ടിരിക്കുകയാണ്. അതായത് കത്തി ഇതായി പോയിരിക്കുകയാണ്. അത് ഞാൻ ഇവിടെയുള്ള ഒരുത്തിന് ലൈറ്റ് വെക്കാൻ വേണ്ടി കൊടുത്താണ്. അപ്പോൾ അവൻ സന്തോഷപൂർവ്വം തന്നതാണ്. അപ്പോൾ അത് പിന്നെ അതേപോലെ വണ്ടിയുടെ ഉള്ളൊക്കെ ഒന്ന് തുടയ്ക്കണം. അങ്ങനെ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ. വണ്ടി കുറേയൊക്കെ ഞങ്ങൾ വൃത്തിയാക്കി കേട്ടോ. ഞങ്ങൾ സാൻഡ്വിച്ച് വാങ്ങി വെച്ചിട്ടുണ്ട്. വിശക്കുമ്പോൾ അന്നമ്പാടെ ചൂടാക്കി വെച്ചാൽ അല്ലേ? ഗൈസ് ഇത് സാൻഡ്വിച്ചാണ്. കണ്ടിന്യൂസ് ഓടും കേട്ടോ, 100% ഉറപ്പാണ്. ഇത് വണ്ടി ഞാൻ കീയിൽ സ്റ്റാർട്ടാക്കി. അങ്ങനെ സ്റ്റാർട്ടബിളോ സംഭവങ്ങളൊന്നും ഇല്ല. ഇത് തുടയ്ക്കാൻ വേണ്ടി എടുത്തോട്ടെ. ഇവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കണം. ഇതുണ്ടോ ഇങ്ങനെ ഗ്ലാസ് വെക്കുന്നത് ഫുള്ള് ചെളി ഉണ്ടോ? ഈ ചെളി മൊത്തം ഇപ്പം തന്നെ കഴുകി വൃത്തിയാക്കണം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് ഒരു 1600
600 കിലോമീറ്റർ 1700 കിലോമീറ്റർ ഏറ്റവും കുറച്ച് നമുക്ക് ഓടിക്കാം. അത് തന്നെയാണ് ഞങ്ങളുടെ വീഡിയോ. പിന്നെ ഇത് ഇവിടെ ഒരു ഇൻസ്റ്റാ 360 ഞാനിവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് പോലീസിൻ്റെ വീഡിയോകൾ പിടിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ അതിനുവേണ്ടി ആ സാധനം ഇവിടെ റെഡിയാക്കി. അതെന്നെ സംഭവം എന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻ ഓഫ് ആക്കിയിട്ടുണ്ടല്ലോ, എല്ലാ ബോർഡറിലുള്ള പോലീസുകാരും കുടിയാക്കുന്ന ഇതാ. എത്ര പേരെ ജോലി പോയതെന്നാണ് ഇതുകൊണ്ട് ഏറ്റവും കൂടുതൽ പ്രശ്നം ഇതാ. മറ്റേ ഇത് പൈസ എന്നൊരാൾ ചോദിച്ചിട്ട് നൈജീരിയയില് ഫോണ് അതുപോലെ സംഭവം ചെയ്യണം. ഇത് പിന്നെ നമ്മുടെ ഡിക്റ്ററാണ്, അതൊന്ന് കുത്തണം. ഇതിനൊരു ചാർജ് ആയിട്ട് വേണം അതൊന്ന് കുത്തി ചാർജ് ആക്കാൻ, അങ്ങനെയുള്ള പരിപാടികൾ. പിന്നെ ഇവിടെയൊക്കെ ട്രൈപ്പോഡുകൾ സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്. അവിടെ ട്രൈപ്പോഡ് അങ്ങനെ കുറേ സാധനം ചെയ്തിട്ടുണ്ട്. എല്ലാം യാത്ര മധ്യത്തിൽ ഓരോന്നായിട്ട് പറയാം. ആദ്യം ഞങ്ങൾ വണ്ടി ഒന്ന് വൃത്തിയാക്കാം. അത് ഊരി പോകുന്ന സാധനം ഞങ്ങൾ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കാം അല്ലേ? അത് പോയി ഇത് പോയി. ഗൈസ് ആദ്യമേ ഇത് കണ്ടോ, ഇതൊക്കെ ഫുള്ള് ഇത് കണ്ടോ, ഫുള്ള് കച്ചറായി കിടക്കട്ടെ. ആദ്യം ഒന്ന് തുടച്ചതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് വരും. ഇത് നോക്കിയാൽ ഗ്ലാസ് നോക്കിയേ, ഗ്ലാസ്സൊക്കെ ഫുള്ള് കുളമാട്ടോ. ഓടിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഈ ഒരു രീതി വെച്ച് ഓടിക്കാൻ ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ട് എല്ലാം തുടച്ച് വൃത്തിയാക്കിയിട്ടാണെങ്കിൽ വലിയ കുഴപ്പം ഉണ്ടാവില്ല കേട്ടോ. അല്ലടാ ലിബിയ, പെയിന്റ് പൊളിയുന്നുണ്ട് ഇവിടെ. പെയിന്റ് പൊളിയുന്നു. ഇത് കുഴപ്പമില്ല. അമേരിക്ക വരെ ഓടേണ്ടതാണ് നമുക്ക്. നമ്മളിപ്പോഴും കസാക്കിസ്ഥാനിലാണ് കിടക്കുന്നത്. ഈ കസാക്കിസ്ഥാനിൽ നമുക്ക് വിട്ടിട്ട് നമ്മുടെ ജമ്മത്തിൽ നമുക്ക് പോകാൻ പറ്റും. ഇവിടെ നമുക്ക് എന്തോ ഒരു ഗൈസ്, അപ്പം എത്രയും പെട്ടെന്ന് ഇത് കണ്ടോ, ഈ പൊടിയൊക്കെ അങ്ങ് തൂത്ത് കളയാണെങ്കിൽ വെള്ളം ഒഴിച്ച് കഴുകാൻ നേരത്തെ വലിയ പ്രശ്നങ്ങളുണ്ടാവില്ല കേട്ടോ. അല്ലല്ലേ പിന്നെ ഇതുവരെ ഇവിടെ വിട്ടങ്ങോട്ട് പോകാൻ പറ്റിയിട്ടില്ല അല്ലേടാ? കസാക്കിസ്ഥാൻ വിട്ടിട്ട് നമുക്ക് ഈ രാജ്യത്തൊന്ന് പുറത്തിറങ്ങാൻ പറ്റിയിട്ടില്ല. പിന്നെ അതിനെ സംഭവം എന്ന് വെച്ചാലേ, ഈ വെയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആകുമ്പോഴത്തേന് കണ്ണ് ഈ ചെളിയും കൂടി ആകുമ്പോഴത്തേന് തീരുമാനമായി. ഗായ്സ്, എന്നെ സംഭവം എന്ന് വെച്ചാൽ ഇച്ചിരി നനച്ചിട്ട് ഒരടി അല്ലേ ഇവനെ ഗ്ലാസ്സിലാ ഗ്ലാസ് പിടിക്കാനാ ഇത് പിടിച്ചേ പിടിച്ചു പോകോ. നേരെ ഇതും കൂടി ആയി കഴിഞ്ഞിട്ട് നേരെ ലെവലാക്കി പോവാനെ. സമയം ഒട്ടും കളയാനില്ല. പരമായി ഇന്നൊരു 2, 3, 4 പൈസ എത്രയാ? 15,000 രൂപയാണ് മറ്റേ ഒരു മാസത്തേന്. 6 മാസം ആകുമ്പോഴത്തേന് ഒരാൾക്ക് 45,000 രൂപയും കണ്ടു. പക്ഷെ ഫ്ലൈറ്റിന് വരുന്നവർക്ക് സുഖം ഓണറേവില്ല. ഈ ബോർഡറാണ് പ്രശ്നം അല്ലേ ഇവനെ? ബോർഡർ കയറി പോകുമ്പോഴാണ് പാട്. കൂടുതൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രണ്ട് ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ മഞ്ഞും ഈ ചൂടും രണ്ടും കൂടി ഇതാകുമ്പോഴത്തേനും വിണ്ടി കയറാൻ ചാൻസ്. ഇവനെ നമ്മുടെ ഗ്ലാസ് പൊട്ടി നമുക്ക് പണി കിട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ. തണുപ്പും ചൂടും ആയതുകൊണ്ട് വിഘടിക്കാൻ ചാൻസ് ഉണ്ട്. തണുപ്പും ചൂടും ആയതുകൊണ്ട് വിഘടിക്കാൻ ചാൻസ് ഉണ്ട്. വിഘടിച്ചു കഴിഞ്ഞാൽ അതിനെ അടിപ്പിക്കും നമ്മൾ. ഒരു കാര്യം ശ്രദ്ധിച്ചോ, നമ്മുടെ അവിടെ എന്ന് വെച്ചാൽ ടാറ്റയുടെ ഒക്കെ വണ്ടി ലെവലാക്കുന്ന പോലെ ഇവിടെ എന്ന് വെച്ചാൽ വഴിക്കിട്ടിട്ട് പഴയ ഔഡി നമ്മുടെ അവിടെ ടാറ്റയൊക്കെ മാരുതിയൊക്കെ വഴിക്കിട്ട് ശരിയാക്കുന്ന ഇവിടെ മറ്റേ ഔഡിയൊക്കെ വഴിക്കിട്ട് ശരിയാക്കുന്നത്. എടാ എയർ അടിക്കാനുള്ള സാധനമുണ്ട്, ലൂപ്പുണ്ട്, എഞ്ചിൻ പണിയുന്ന സാധനമുണ്ട്. എഞ്ചിൻ പണിയാ കേട്ടോ. എഞ്ചിൻ പോയതാ എന്തോ. ഹായ്, അസ്സലാമു അലൈക്കും. ഇൻജക്ടർ കംപ്ലൈൻറ്റ് അങ്ങനെ എന്തെങ്കിലും കേട്ടോ. ഇവരുടെ ടാറ്റ പണിയെന്ന് വെച്ചാൽ നോ എന്നാ പറയുള്ളൂ. കാര്യം ഇതൊക്കെ എടുക്കാനും പിടിക്കാനൊക്കെ. ഏതാ ഔഡി? ഔഡി ഏതാ? ഔഡി CS. ഔഡി 100 CS. എവിടെ ചെവി ഇടുന്ന സാധനമൊക്കെ ഇട്ട് ക്ലീൻ ആക്കുന്ന നോക്കി. എന്തോ ക്ലീൻ ആക്കാണ്ടോ. പോയേക്കാടാ കൈസ്, നമ്മുടെ ചെറുക്കൻ അതേ കിടക്കുന്നു. നമുക്ക് മാക്സിമം ഓടിച്ചു പിടിക്കാം കേട്ടോ. ഇല്ല, നമ്മൾ ഓടാൻ പറ്റുന്ന അത്രത്തോളം നമുക്ക് നല്ലതാണ്. ഇപ്പം നമുക്ക് ഒരു ദിവസം 9 മണിക്കൂറാണ് കാണിക്കുന്നത്. പക്ഷെ അത് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നാളെ രാത്രിത്തോട് ഓടിപ്പിക്കാം. പക്ഷെ ഇവിടുത്തെ ബോർഡുകൾക്ക് പ്രത്യേകതയുണ്ട് കേട്ടോ. 24 ടൈമാണ് അല്ലേ ഇവരെ? ഗൈസ് നോക്കൂ, ഫൈനലി ഞങ്ങൾ അങ്ങനെ വണ്ടി റോഡിലിറക്കി. അങ്ങനെ ഏതാനും 2 മാസത്തിന് ശേഷം നമ്മളങ്ങനെ യാത്ര വീണ്ടും തുടരും അല്ലേ ലിബിയ? ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമ്മുടെ ടയർ ഇത്രയും നാളും കയറ്റിയിട്ട കാരണം നമ്മുടെ ടയർ പഞ്ചറാകാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉണ്ട്. പിന്നെ ഈ റോഡിന്റെ ഒരു പ്രശ്നമുണ്ട്. അല്ല, കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ ഏറ്റവും വലിയ അനുഭവം എന്ന് പറയുന്ന സാധനം ടയറാട്ടോ. കാരണം പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഇതിനേക്കാളും തണുപ്പായിരുന്നു. പുറത്തുനിന്ന് ടയർ പോലും ഊരിയിടാനുള്ള ആരോഗ്യം പോലും. തണുപ്പ് വളരെ കുറഞ്ഞു കേട്ടോ, സത്യം പറയാലോ. ഈ പോകുന്ന അപ്പുറത്തെ വശവും ഇപ്പുറത്തെ വശം ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ്. അതായത് ഇവിടെയുള്ളവരിൽ നിന്നും റഷ്യക്കാരിൽ നിന്നും എല്ലാവരിൽ നിന്നും അറിയാൻ പറ്റിയത്, അതായത് ഈ പ്രാവശ്യം മഞ്ഞെന്ന് പറഞ്ഞ സാധനം കുറവായിരുന്നു. മഞ്ഞ് വളരെ കുറവായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് ഉരുകിത്തീരാനുള്ള സാധ്യത വളരെ കൂടുതലും ചൂട് കൂടുതലായിരിക്കും എന്നൊക്കെയാണ് ഇവിടെ ഉള്ളവർ നമ്മളോട് പറഞ്ഞത്. അല്ലാടാ ലിബിനെ, ഈ കാണുന്ന റോഡ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം ഓടാൻ നേരത്ത്. ഒന്നാമത്തെ കാര്യം അതുപോലെ സാധനങ്ങളുണ്ടാവും. രണ്ടാമത്തെ കാര്യം, നമ്മുടെ നാട്ടിലെ റോഡ് പോലെ അല്ല കേട്ടോ ഇവിടുത്തെ റോഡ്. ഇതൊരു ഗ്രിപ്പുള്ള ടൈപ്പ് റോഡാണ്. തേയ്മാനം ടയറിന് വളരെ കൂടുതലായിരിക്കും. പഞ്ചറാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. ടയർ ഊരിപ്പോകാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ആയിരിക്കും. ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ഈ റോഡിൽ ഒളിഞ്ഞിരിപ്പുണ്ട്.
പെട്ടെന്ന് നമ്മൾ ഈ റോഡ് കാണുന്നത് വെച്ച് അലക്കാന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അതൊന്നും സാധ്യമാകുന്ന ഇവിടെ കാര്യമല്ല. വേറെ കാര്യമുണ്ട്, ഇവിടെ ചവിട്ടി കഴിഞ്ഞാൽ വണ്ടി ഒറ്റ തെന്നിപ്പോക്കലും ഒറ്റ നിൽക്കുമായിരിക്കും. ഓ ഗായ്സ്, ഇനി നമുക്ക് ഒരു ദിവസം 9 മണിക്കൂർ ഓടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ എത്തണം. ലേറ്റ് ആയെന്ന് പറഞ്ഞാൽ നമുക്ക് നിൽക്കാനേ പറ്റൂല. 2642 കിലോമീറ്റർ നമുക്ക് ഓടാണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് 2.5 ദിവസം കൊണ്ട് നമ്മൾ ഓടിയെത്തും. 2.5 ദിവസം കൊണ്ട് ഓടിയെത്തും എങ്ങനെയാന്ന് പറഞ്ഞാലും. അതായത് ഉണ്ടല്ലോ, നമ്മുടെ വണ്ടിയുടെ ബെൽറ്റ് അത്യാവശ്യം ഓടിയതാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ എഞ്ചിൻ ഓയിൽ മാറ്റാറായി. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കുറച്ച് സംഭവങ്ങൾ വണ്ടി ചെയ്യാനുണ്ട്. അതെന്തായാലും ചെയ്തേ പറ്റത്തുള്ളൂ, ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ഇച്ചിരി മിതുവായിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. സാധാരണ എന്ന് വെച്ചാൽ വണ്ടിയെ കയറിയാൽ 100, 110, മാക്സിമം 110 വണ്ടി ഓടാറ്. അങ്ങനെയാണ് ഓടിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഈ പ്രാവശ്യം അത് നടക്കൂല. കാരണം ഈ കസാക്ക് വരെ നമുക്ക് എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ആൾക്കാർ ഹെൽപ്പ് ചെയ്യും. റഷ്യ പോലുള്ള രാജ്യങ്ങൾ അങ്ങനെയല്ല കേട്ടോ. അവനവൻ്റെ കാര്യം നോക്കണം എന്നുള്ളതാണ് അറിയാൻ പറ്റിയത്. അപ്പോൾ അങ്ങനെ കുറേ സംഭവമുണ്ട്. ആ ബോർഡറിൽ ചെന്നിട്ട് എന്നാ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയത്തില്ല. കാരണം നമ്മൾ അന്ന് പോയതിൻ്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. പിന്നെ കുറച്ച് പൈസ ഞങ്ങളുടെ കയ്യിലുണ്ട്, റഷ്യൻ പൈസ, കുറച്ച് ഡോളറുണ്ട്, കുറച്ച് ഇവിടുത്തെ പൈസയുണ്ട്. ഇനി ഇത് കൂടാതെ കുറച്ചും കൂടെ എടുക്കണമല്ലോ. ഇവനെ കുറച്ചും കൂടെ എടുത്ത് കൈ പിടിക്കുന്നതായിരിക്കും ഇച്ചിരി നല്ലത്. കാര്യം എന്ന് വെച്ചാൽ അവിടെ പോയിട്ട് നമുക്ക് പൈസയുടെ ആവശ്യം വന്നാൽ എന്ത് ചെയ്യും? ഇതാണ് നമ്മുടെ CO2. പക്ഷേ ഇതല്ലായിരുന്നു മേടിക്കണ്ടേ, CO ആയിരുന്നു മേടിക്കണ്ടേ, അതായത് കാർബൺ മോണോക്സൈഡ്. പക്ഷെ മേടിച്ച് മാറിപ്പോയി. എന്നാലും ഇതിനകത്ത് ഈ ഗ്രീൻ കത്തിക്കഴിഞ്ഞാൽ നല്ല എയറാന്നുള്ളതാണ്. ഇനിയും നമുക്ക് കിലോമീറ്ററുകൾ ഓടാൻ വേണ്ടിയുണ്ട്. കസാഖിസ്ഥാനിൽ ഇങ്ങനെ നേർരേഖ പോലെ വഴി കിടക്കുകയാണ്. അതുകൊണ്ട് പക്ഷേ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. പറഞ്ഞ പോലെ നേർരേഖ റോഡ്, എങ്ങോട്ട് നോക്കിയാലും സ്ട്രെയിറ്റ്. 400 കിലോമീറ്റർ കഴിഞ്ഞിട്ടൊക്കെ ഉള്ള ഔട്ടർ ഉള്ളൂ. അല്ലടാ, വേറൊരു കാര്യം കൂടെ ഉണ്ട്. നീ നേരത്തെ പറഞ്ഞില്ല, ഇതൊരു മാൻഡ്രിക്. ഇവിടുന്ന് രക്ഷപ്പെടാൻ ഭയങ്കര പാടാണ്. ഇതിപ്പോ ചുറ്റി അവസാനം ഇവിടെ തന്നെ എത്തും. 3ാമത്തെ പ്രാവശ്യമാണ്. അതായത് ചൈനയിൽ നിന്ന് ഞങ്ങൾ ഇവിടെ വന്നു, തിരിച്ചുപോയി. അത് പിന്നെ തൻ്റേതല്ലാത്ത കാരണം കൊണ്ട് പോയതാണ്. അത് വിസ തീരുന്നതുകൊണ്ട് പോയതാണ്, ഇതിൻ്റെ ഗ്രീസിൻ്റെ. പിന്നെ 2ാമത് വന്നപ്പം റഷ്യക്ക് സ്റ്റിക്കർ വിസ വേണമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷെ പറഞ്ഞാൽ നമ്മൾ വിചാരിച്ച വേറെ കാര്യങ്ങൾ, അത് നടന്നില്ല. പിന്നെ വിചാരിച്ചെന്ന് വെച്ചാൽ ഞങ്ങൾ വിചാരിച്ച യൂറോപ്പിൽ നിന്ന് കയറുമ്പോഴാണ്, ഇവിടുന്ന് കയറുമ്പോൾ പ്രശ്നമില്ലെന്നുള്ളതാണ്. പിന്നെ അത് വന്നപ്പോൾ അനുഭവത്തിൽ നിന്ന് മനസ്സിലായി, അതായത് സ്റ്റിക്കർ വിസ ഉണ്ടല്ലോ കയറി പോകാൻ പറ്റില്ല. ഇപ്പോൾ സ്റ്റിക്കർ വിസ ഉണ്ട്. പിന്നെ ജോർജിയയ്ക്കൊന്നും ഇപ്പോൾ ഷെങ്കൻ വിസ ഉണ്ട്, വിസയെ വേണ്ട, കയറ്റി വിടും. തുർക്കിക്കൊക്കെ എന്ന് വെച്ചാൽ ഒരു 4 മിനിറ്റിനുള്ളിൽ ഈ വിസ കിട്ടും, ഷെങ്കൻ വിസ ഉണ്ടേൽ. അപ്പം അതൊന്നാമത്തെ കാര്യം. 2ാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തുർക്കിക്ക് വേറെ കാര്യമുണ്ട്. നമുക്ക് യൂറോപ്യൻ വിസ ഉണ്ടെങ്കിൽ 4000 രൂപ കണ്ട് വിസക്കുള്ളൂ, അല്ല 15000 രൂപ വിസക്ക്. 16 അല്ലേ? 16, 15 അത്ര എങ്ങാനും കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് വേറൊരു കാര്യം കൂടെ ഉണ്ട്. അതെന്നാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടാണെങ്കിലും ഉസ്ബെക്കിസ്ഥാൻ മാത്രം കയറി പോകേണ്ടി വന്നു. അപ്പം ഭയങ്കര നഷ്ടമാട്ടോ നമ്മൾ അങ്ങനെ കയറി വന്ന് പോകുമ്പോൾ. കാരണം വമ്പം പൈസയാണ് ചിലവ്. ഈ യാത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒറ്റ സ്ട്രെച്ചറിൽ ഇതങ്ങ് ഫ്ലൈറ്റ് ചാർജ് ഭയങ്കര റേറ്റ് ആയതുകൊണ്ട് എങ്ങനെ നാട്ടിൽ പോകണം തിരിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും 1 ലക്ഷം രൂപ ഒറ്റ സ്ട്രെച്ചറിൽ പോകണമെന്നേ. അല്ലാതെ ഒന്നും നമ്മൾ വെറുതെ വന്നുപോയി ഈ വന്നുപോയി പരിപാടി ഭയങ്കര നഷ്ടമാട്ടോ. ഒറ്റ സ്ട്രെച്ചറിൽ അങ്ങ് പോവാണ് സംഭവം, ഓടി പോകും. ഇപ്പം എൻ്റെ ഇവിടെയൊക്കെ ചോന്നിരിക്കുന്നുണ്ട്, വേറെ ഒന്നും കൊണ്ടല്ല, ചുണ്ട് പൊട്ടാൻ വേണ്ടി തുടങ്ങി. അപ്പം നിവ്യയുടെ സാധനം വെച്ചാൽ നോക്കിയാൽ ലിവിനെ കണ്ട വണ്ട് പോലെ ഉണ്ട് കേട്ടോ. കാണിച്ചേ, വേറെ സംഭവം പൊട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര വേദനയായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം മേടിച്ച ഷൂ കിട്ടിക്കാച്ച ഷൂ 2300 രൂപ സെക്കൻഡ് ഹാൻഡ്. ഫാക്ടറി റീസെറ്റ് ഈ പ്രാവശ്യം കൊണ്ടുവന്ന. ഇനിയിപ്പോൾ തെർമൽസും സാധനങ്ങളൊക്കെ ഉണ്ട്, അത്രയും തണുപ്പില്ല കേട്ടോ. അങ്ങനെ തണുപ്പ് വരുവാണെങ്കിൽ ഓക്കെയാണ്. പിന്നെ ഈ പ്രാവശ്യത്തെ ഹീറ്റർ ഞാൻ കാണിച്ചുതരാം. ഹീറ്റർ
പിന്നെ അത് കുറച്ച് മിനുക്കുമണികളൊക്കെ എടുത്ത് പുതിയത് മേടിച്ചത് ശരിയാതെ ഇത് 500 രൂപ ലാഭത്തിന് പോയതാണ്. പുതിയത് കണ്ടില്ല നീല സാധനം, അത് ഇന്നലെ രാത്രിയിട്ട് റിപ്പയർ ചെയ്ത് ആ സാധനം വർക്ക് ചെയ്യുന്നില്ലായിരുന്നു കേട്ടോ. അതിന്റെ ഫാൻ എന്തോ പ്രശ്നം, പഴയതിന്റെ പുതിയ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് ഇപ്പൊ റെഡിയാക്കിയിട്ടുണ്ട്. കുറച്ച് പ്രത്യേകതകളുണ്ട്, അത് കാണിച്ചു തരാം. ഞങ്ങൾ മെക്കാനിക്ക് പഠിച്ചതിന്റെ അല്ലേ, അതൊരു യാഥാർത്ഥ്യമായിട്ടോ ലിബി പറഞ്ഞ്. പിന്നെ വേറൊരു കേസും കൂടെ ഞാൻ പറയാൻ വേണ്ടി മറന്നുപോയി. ഇപ്പം നമ്മുടെ വണ്ടി ഓടിയാക്കുന്നത് പോയി 6 അടിക്കുക. ഇപ്പം നമ്മുടെ വണ്ടി ഓടിയാക്കുന്നത് 1,06,729 നമ്മൾ എത്രയും പെട്ടെന്ന് നമുക്കിനിപ്പോൾ രാജ്യങ്ങൾ ഇങ്ങനെ കവർ ചെയ്ത് പോകണം. അതിന് കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 5 മാസത്തെ യൂറോപ്യൻ വിസയും കൂടി ഇനി ബാക്കിയുള്ളൂ. പിന്നെ എന്ന് വെച്ചാൽ പാസ്പോർട്ടിന്റെ കാലാവധി ഇതൊക്കെ കണ്ടിട്ട് ഇനി പുതിയ യൂറോപ്യൻ വിസ കിട്ടുമോ? നമുക്ക് വേറെ കാര്യമുണ്ട്. ഇതിൻ്റെ അകത്ത് ഒരു എസിറ്റ് ഔട്ടറും അടിച്ചെടുക്കുവാണെങ്കിൽ പോയിട്ട് തിരിച്ചു വരുമെന്ന് ഉറപ്പുണ്ട്. അവർ ചിലപ്പോൾ 1 വർഷത്തെ കൂടെ തരും. അല്ല ഇതിന് വേറൊരു കാര്യം കൂടെ ഉണ്ട്, അത് നീ ഓർത്തോ? അതായത് ഈ മാസം കഴിഞ്ഞ് അടുത്ത മാസത്തേക്കാണ് പിന്നെ നല്ല ക്ലൈമറ്റ് യൂറോപ്പിലൊക്കെ വരുന്നത്. അപ്പം നമ്മൾ ആ ഒരു സമയത്ത് യൂറോപ്പിൽ ചെന്ന് കയറിയിട്ടേ കാര്യമുള്ളൂ. എന്തോ ഇവിടുത്തെ കസാഖിൻ്റെ എന്തോ ഗവൺമെൻറ് ആൾക്കാരാന്ന് തോന്നുന്നുണ്ടോ? അല്ലല്ല അത് ടാക്സി വണ്ടിയാണ്. എടാ ഇതിൻ്റെ ഇടയ്ക്ക് വേറെ കാര്യം പറയാം. നമ്മുടെ 2 വർഷത്തെ പാസ്പോർട്ട് ആയതുകൊണ്ട് മിനിമം 6 മാസത്തെങ്കിലും വാലിഡിറ്റി ഉള്ള പാസ്പോർട്ട് കൊണ്ട് നമ്മൾ പോയിട്ടേ കാര്യമുള്ളൂ. ശശിലി കൊണ്ട് വേണോടാ? വേണ്ട, ഇച്ച് കഴിഞ്ഞ് ഓടട്ടെ. ആണോ? ഗൈസ് നോക്കൂ, അവിടെ ഇപ്പോൾ അതേപോലത്തെ കുറേ സാധനങ്ങൾ. എല്ലാ രാജ്യങ്ങളും മിനിമം 6 മാസം വാലിഡിറ്റി ഉള്ള പാസ്പോർട്ട് അവർ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ. അതെ, ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് 2 വരിപ്പാതയായിട്ട് എന്നെ പറ്റിയാടാ ലിവിനെ? എനിക്ക് തോന്നുന്നേ ഇവിടെ റോഡില്ലാത്തതുകൊണ്ടാണ്. 4 വരി റോഡില്ലാത്തതുകൊണ്ടാണ് 2 വരി വന്നത്. നിനക്ക് തോന്നുന്നത് 4 വരി ഇല്ലാത്തതുകൊണ്ടാണ് 2 വരി വന്നത്. ഗൈസ് അതിൻ്റെ ഇടയ്ക്ക് എനിക്കിട്ട് വെച്ചിട്ടോ. അതായത് അപ്പുറം റോഡ് പണി നടക്കട്ടോ, അതുകൊണ്ട് എല്ലാ വണ്ടിയും വാലെ പോയി. അല്ലെങ്കിൽ 110 കുറഞ്ഞ് ഇവർക്കൊരു പരിപാടിയില്ല. എവിടെയൊക്കെ ഇച്ചിരി പെതിയെ പോകുന്നതല്ല. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മളും സ്പീഡിൽ പോയിട്ട് നമുക്ക് നല്ല രീതിയിൽ പഞ്ചറായിട്ട്. ഞാൻ അതുകൊണ്ട് ഈ പ്രാവശ്യം 80 മേളിൽ കഴിഞ്ഞ പ്രാവശ്യം സ്പീഡിൽ പോയിട്ട് ഫ്രണ്ടിൽ ബ്ലോക്ക് ആട്ടോ. ട്രക്ക് അടിച്ച് കണ്ടായിരുന്നു, ലൈവ് ടു ലൈവ് ഒരു കാറിന്റെ ട്രക്ക് അടിച്ച് കണ്ടായിരുന്നു. എന്തോ നമ്മുടെ വണ്ടി ചവിട്ടി ഇവിടെ ചവിട്ടിയാ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാൻ വേണ്ട കേട്ടോ. വണ്ടി തെന്നിപ്പോവും. നാട്ടിൽ നിന്ന് മേടിച്ചോണ്ട് വന്ന മുറുക്ക് എന്തേ ലിബി? പല ടൈപ്പ് സാധനം ഉണ്ട് കേട്ടോ, ഒന്നൊന്നുമല്ല. ഈ പ്രാവശ്യം ഒന്നും നോക്കില്ല. മിച്ചർ, ചിപ്സ്, അത് ഇത്, പിന്നെ ബേക്കറി, പിന്നെ അച്ചാർ. പട്ടിണി കിടന്നു. അതെ, കുറെ സ്ഥലത്ത് ബോർഡറിൽ 10 ദിവസം കിടന്നു, ഒരു സാധനം ഇല്ലാതെ. അതെ, പക്ഷെ പെടലിനോട് കുറെ സാധനം. ഈ പ്രാവശ്യം അങ്ങനെ വരില്ലെന്നോർത്ത് കുറേ സാധനങ്ങൾ മേടിച്ചു കേട്ടോ. എല്ലാം അരിമുറുക്ക് കേട്ടോ. മിച്ചറുണ്ട്, ചിപ്സ് ഉണ്ട്, അരിമുറുക്കുണ്ട്, പിന്നെ ചക്കവറുത്തുണ്ട്. ഞങ്ങൾ 2 മാസം കിട്ടുമായിരിക്കും അല്ലേടാ? 2 മാസത്തുള്ള എല്ലാ സാധനവും ഉണ്ട് അല്ലേ? ഞങ്ങൾ 2 മാസം നമുക്ക് കിട്ടുമായിരിക്കും കേട്ടോ. ഇതുള്ളതുകൊണ്ട് അങ്ങനെ വലിയ വിഷയമില്ല. കഞ്ഞിയും വെക്കുക, അച്ചാറും വെക്കുക. അതെ, ഇനി ഉണ്ടോ 2600 കിലോമീറ്റർ ഓടിക്കാൻ. ഇന്ന് മാക്സിമം ഓടിക്കണം, നാളെ മാക്സിമം ഓടിക്കണം. നാളെ കഴിഞ്ഞെങ്കിലും നമുക്ക് ഓടി എട്ടുന്ന രീതിയിലാക്കണം കേട്ടോ. ഇത്രയും നേരം വരെ നല്ല കിടിലം മഞ്ഞും നല്ല വിസിബിലിറ്റി ആയിരുന്നല്ലോ. ഇങ്ങോട്ട് വിസിബിലിറ്റിയും കുറഞ്ഞു, മഞ്ഞൊന്നുമില്ല കേട്ടോ. മൂടൽ നിറഞ്ഞ കാലാവസ്ഥ അല്ലേടാ ലിബിയ? പിന്നെ വേറെ കാര്യമുണ്ട്, ഇങ്ങോട്ട് മഞ്ഞ് വീഴാത്ത സ്ഥലമാണെന്ന് എനിക്ക് തോന്നുന്നത്. ചൂടുള്ള സ്ഥലമാണെന്ന് ഇങ്ങോട്ട് വന്നപ്പോഴും ചൂടായി തുടങ്ങി കേട്ടോ. അല്ലേ? എനിക്ക് തോന്നുന്നു രാത്രി ഹീറ്ററിന്റെ ഒന്നും ആവശ്യം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. -1, 2, 3, 4 വരെ ഒന്നും വലിയ വിഷയമില്ല കേട്ടോ. അത് കഴിഞ്ഞു പോയി കഴിഞ്ഞാലാണ് പാടുപെടുന്നത്. അതെ, വണ്ടി സ്റ്റാർട്ട് ആകാനും പാടായിരിക്കും, വണ്ടിയുടെ ഹീറ്റർ എല്ലാം പാടായിരിക്കും. വേറെ കാര്യമുണ്ട്, നമ്മൾ ഇത്രയും തണുപ്പത്തിട്ട് ഒറ്റയടിക്ക് വണ്ടി സ്റ്റാർട്ട് ആയതുകൊണ്ട് അതാണ് ഫോഴ്സ് കേട്ടോ ഗൈസ്. അതായത് ഈ വണ്ടിക്ക് അങ്ങനെ കുറെ പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇത് പടപടയെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കും. ചെക്കിങ് അടിപൊളി. ഇതാ നമ്മുടെ കാശും പോകുന്നതാ, ഇതേ പോകുന്നു. ആവശ്യത്തിൽ കൂടുതൽ അവർക്ക് വണ്ടിയായി സ്പീഡാ. ഇതന്നെ ഇത് സ്പീഡാണോ വൈലേഷൻ? എല്ലാവരും ഫോണിൽ കാണിക്കുന്നുണ്ടല്ലോ. എന്തോ പ്രശ്നമുണ്ട് കേട്ടോ. അല്ലാതെ ഇങ്ങനെ അല്ല കേട്ടോ, ചെക്കിങ് തന്നെയാ. आँखों की देखी तू कहता कागज की लेगी, तेरा मेरा मनवा कैसे हो रे।
ഫൈനലി ഞങ്ങൾ കുറച്ച് ഫ്രണ്ടിലേക്ക് വന്ന് വാഹനം നിർത്തി. അതായത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കിയേ എന്തോരോ വാഹനങ്ങളാണ് പോകുന്നത്. ഇത് പല രാജ്യത്തോട് പോകുന്നുണ്ട്. കസാക്കല്ല, ഉസ്ബക്ക്, കിർക്ക്, തജാക്ക്, പിന്നെ റഷ്യ, അങ്ങനെ പല സ്ഥലത്തോട്ട് പോകുന്ന ട്രക്കുകളാണ് ഈ കിടക്കുന്നത്. ഇത് നമ്മുടെ നാട്ടിലെ ദാബ് പോലെ തന്നെ സെറ്റപ്പാണ്. ഇവിടെ മറ്റേ കുർദാക്കല്ല, ശശിലീകാന്ന് തോന്നുന്നു, അത് കിട്ടുമെന്ന് തോന്നുന്നു. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ വണ്ടി നിർത്തിയാണ്. അത്യാവശ്യം സെറ്റപ്പാണെന്നുള്ളതാണ് ലിപി പറഞ്ഞത് കേട്ടോ. അപ്രകാരം ഞാൻ നേരെ പോവാം. ഗോവർദ്ധന ബീഫിൻ്റെ പേര് ഗോവർദ്ധന. ഗോവർദ്ധന അങ്ങനെയാണോ പറയുന്നത്? വാ, ഓർഡർ ചെയ്തോ? ഇല്ല, എത്ര എണ്ണം വേണം? 4 പോരെ. എന്തിയെ കാണാൻ പറ്റുമോടാ? അതാ വലിയ പീസാവില്ലേ? ആണോ? നഷ്ടമില്ല. ഇവനാണോ നമ്മളോട് പറഞ്ഞേ? ഇത് ഇവൻ ഇത്ര ഉണ്ടാവും. ഓ, ഇതെന്നെ ചിക്കനാണോ ബീഫാണോടാ? ഇത് ഗോവർദ്ധന. എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇതേപോലെ ആൾക്കാർ. ശരിയാണല്ലോ, ഇത് വലുതാണ്. ഇവൻ്റെ കട ഏതാ? ഇത് ഇവനാ പറഞ്ഞ ബീഫ് ഇട്ടത്. എവിടെയാന്ന് ചോദിച്ചു ഇവൻ്റെ ഇതിൽ ഇവന് ഇതിൻ്റെ ഇവൻ്റെ എവിടെയാണ് നോക്കുന്നതെന്ന് ചോദിച്ചേ. എത്ര വേണം ഗോവർദ്ധന? അത് തന്നെ എത്ര വേണം? ഞാൻ വീശി കാണിച്ചു. എത്ര വേണമെന്ന് പറഞ്ഞിട്ടോ നമുക്കിവിടെ നോക്കിയിട്ട് പോടാ. ചിക്കൻ, ബീഫ് പൊക്കി കാണിച്ചിട്ട് കേട്ടോ. അല്ല ഇതന്നെ ഇത് ഭയങ്കര ചിക്കൻ ഉണ്ടല്ലോ. നീ അല്ലേ ഇല്ലെന്ന് പറഞ്ഞേ? ഞാൻ നടന്നില്ലേ. ആണോ? ഇത് ദിസ് വൺ ബീഫ്, മട്ടൺ, ബറാഫ് എന്ന് വെച്ചാൽ എന്നാന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ബീഫ് ഗോവർദ്ധന. ഗോവർദ്ധന ഗോവർദ്ധനോ എന്നൊക്കെയാ പറയുന്നുണ്ട് കേട്ടോ. എവിടെ ഇരിക്കുക? എന്നോട് ഇപ്പൊ എങ്ങനെ ചോദിക്കും? ഇത് എന്നാന്ന് എങ്ങനെയാണ് ചോദിക്കുക? അത് സൂപ്പറിനെ ഹലോ. ഞാൻ ദൈവത്തിന് അറിയാം കേട്ടോ എന്തൊക്കെ ഇവിടെ കിട്ടും. ഒരു മിനിറ്റ്, എല്ലാം പൈസ ഉറപ്പിച്ച് കഴിക്കാം, അല്ല വണ്ടി കൊടുത്തിട്ട് പോകേണ്ടി വരും. പൈസ ഇവിടെ അത്യാവശ്യം നല്ല തിരക്ക്. ലിബി സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇതേപോലത്തെ കടകളാണ് ഇഷ്ടംപോലെ കട. ഇതുണ്ട് ഇവിടെ ഒരു കട, അതേപോലെ തന്നെ അടുത്ത കട. ഇത് തന്നെ സാധനം എല്ലായിടത്തും ഇത് തന്നെ ഇഷ്ടംപോലെ കിട്ടും കേട്ടോ. ഇഷ്ടംപോലെ ട്രക്കുകളും വണ്ടികളും ജീവാഹനങ്ങളും അതും ഇതും ഇങ്ങനെ നിരന്ന് കിടക്കട്ടോ. നീളത്തിൽ ട്രക്കുകൾ നോക്കി എന്തോരാണ്. 1 2 ഇത് ബീഫാട്ടോ. ഇത് കൊള്ളാം. 5 pieces. What is this? This one? This is Monty. No. മണ്ടിയാ അതിനകത്ത്? Monty. മന്തി. No. Okay. I know. ഭയങ്കര മധുരമുള്ള സാധനം. മധുരമുള്ള സാധനമായിരിക്കും. ഇത് എവിടെയൊക്കെ വിന്ററിന്റെ ഡ്രസ്സ് ഉണ്ട് കേട്ടോ. വിന്റർ ഡ്രസ്സ് ഇത് ഇവിടെ ഉണ്ടാക്കുന്ന സാധനങ്ങളാട്ടോ. ഇത് പൈസ കുഴപ്പമില്ലല്ലോ, വലുതല്ലേ? മറ്റവിടുത്തെ പോലെ ചെറുതല്ലല്ലോ. അല്ല ഇത് ഭയങ്കര പറ്റില്ല. ചിത്രമുള്ള നമുക്ക് ഉണ്ടാക്കുന്ന സ്ഥലം വരെ സന്ദർശിക്കാം കേട്ടോ. ഒടുക്കത്തെ കാറ്റാ. അതെ, ഞങ്ങളുടെ സാധനം കൊണ്ടാവും പോകുന്നു. ഇരിക്കാനുള്ള സ്ഥലമുണ്ട് കേട്ടോ ഉള്ളിൽ. ഇതാണ് പ്രിപ്പയറിങ് ഏരിയ. അതായത് ഇവിടെ വെച്ചാണ് പ്രിപ്പയർ ചെയ്യുന്നത്. എൻ്റെ പൊന്നെ ഇത് കണ്ടോ, ബ്രെഡും സാധനവും, പിന്നെ അതേപോലെ തന്നെ തൊട്ടിപ്പുറത്ത് ഇതുണ്ട്. ഇവിടെ തീയും സാധനമൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതുണ്ട്. ഇവിടുന്ന് തീ പോകുന്നു. ഇവിടുന്ന് പുള്ളിക്കാരൻ ഇത് ഗ്രില്ല് ചെയ്തെടുക്കുന്നു. ഒറ്റ ഇതിൽ തന്നെ 100 രൂപ കുറഞ്ഞു കേട്ടോ ഇവിടുത്തെ. എനിക്ക് പൈസ കുറയുന്ന എനിക്ക് ഇന്നലെ ഓർമ്മ വരുന്നത്. അതിനടാ നമ്മുടെ മെഷീൻ പൈസ പോയില്ല നമ്മുടെ പറ്റിക്കപ്പെട്ടു. പൈസ പോയി. ബ്രെഡും സാധനമൊക്കെ ചൂടായി നല്ല സെറ്റപ്പായിട്ട് കിട്ടും കേട്ടോ. നമുക്ക് ഉള്ളി കയറില്ല. അതായത് നാട്ടിലത്തെ 270 രൂപ. കുഴപ്പമില്ല, അവിടെ നാട്ടിലത്തെ പൈസ ഒരു പീസിന് ഒരു പീസിന് നമുക്ക് ഉള്ളി കയറട്ടോ. നല്ല തണുപ്പാണ്. ഇറ്റ് ഈസ് വെരി വെരി കോൾഡ് ഗൈസ്. ഇൻസൈഡ് സ്ലീപ്പ്. ഇവിടെ ഇരിക്കാനുള്ള സ്ഥലമുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ കയറി കേട്ടോ. ഫുള്ള് ഡ്രൈവർമാരാട്ടോ. ഇവനെ ഫുൾ തണ്ണിയാ, ബീറാ. ഇവിടെ അത് സുലഭമാണല്ലോ. അതെ, ഇവിടെ എല്ലാവരും ബീറൊക്കെ അടിക്കും കേട്ടോ. നമ്മുടെ സാധനം ഇവിടെ ആകുന്നുണ്ട്. ഇവിടെ ഇഷ്ടം പോലെ ഇതുപോലത്തെ കട. അങ്ങോട്ടും കൂടെ തമ്മിലടിയൊന്നുമില്ല. ഇപ്പൊ എന്നെ അപ്പുറത്തെ കടയിൽ നിന്നാണ് കൂട്ടിക്കൊണ്ട് വന്നേ. പശുവിന്റെ ഫോട്ടോ കാണിച്ചപ്പോ അപ്പുറത്തെ കടയിൽ കൂട്ടി വന്നിട്ട് ഇവിടെ ഉണ്ട്, ഇവിടുന്ന് കഴിച്ചോളാൻ പറ്റും. നമ്മുടെ എവിടെയെന്നൊക്കെ പറഞ്ഞാൽ അടിയാവൂലേ അങ്ങോട്ട് ഇങ്ങോട്ട്? തിരക്കും അങ്ങനെയൊന്നുമില്ല. ആളില്ലല്ലോ അല്ലടാ തിരക്കിന്. ഇങ്ങനെ ഒരു ചെറിയ സംഭവത്തിന് എത്ര രൂപ അവർ ഒരു ദിവസം ഉണ്ടാക്കുമായിരിക്കും, ഏൺ ചെയ്യുമായിരിക്കും. നമ്മുടെ അടുത്തല്ലേ ഇവിടുത്തെ പ്രധാന വിഭവം ഇത് തന്നെയാണ്. അതെ, അത് ശരിയാട്ടോ. നോക്കിയേ, മഞ്ഞിൻ്റെ അകത്ത് വണ്ടി കിടക്കുന്നത് എന്ത് ലുക്കാന്ന് നോക്കിയാൽ. മഞ്ഞല്ല, പുക. ഇവിടെ ഒരു പുള്ളിക്കാരൻ ഉണ്ടായിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം സഹകരണം വന്നേ. ഇത് കണ്ടോ, ഇതേ പുള്ളിയുടെ കയ്യിലിരിക്കുന്ന സാധനം. ഇത് ഈ തണുപ്പുള്ള സ്ഥലത്ത് ഇതാണ് മെയിൻ. അത് കലക്കിയിട്ടാ എന്താ സെറ്റപ്പ് എന്ന് നോക്കിയേ. ഈ സാധനമുണ്ടല്ലോ, ഇതാണ് മന്തി. ഇതിന് ഒട്ടുക്കത്തെ മധുരമായിരിക്കും കേട്ടോ. ഒരു പ്രാവശ്യം മേടിച്ചിട്ട് ഞങ്ങൾ പെട്ടുപോയതാണ്. അതുകൊണ്ട് അത് കഴിക്കാതിരിക്കുന്നതല്ല കേട്ടോ. ഇവിടുത്തെ അമ്മച്ചിമാർ
നാ വെഹിക്കിൾ. എന്തായി അവിടെ? അവിടെ എല്ലാം ആയിക്കൊണ്ടിരിക്കുന്നു. കുറേ തള്ളി. തൊട്ടപ്പുറത്ത് അവർ പെട്ട ഇതാണ് ബ്രെഡ്. ഇനി ബാക്കിയുള്ള സാധനം വരണം കേട്ടോ. ഒരു കൊക്കക്കോള പറഞ്ഞു. ആവുന്നുണ്ടോടാ? ആ സാധനമായി റെഡി. 5 മിനിറ്റ് കൊണ്ടാവും. എത്ര? 5 മിനിറ്റ് കൊണ്ടാവും. നല്ല തണുപ്പല്ലേ പുറത്ത്? എൻ്റെ അമ്മോ നല്ല തണുപ്പെന്ന് വെച്ചാൽ ഇതൊന്ന് -5 തോന്നുന്നേ ഉണ്ടല്ലേ. ചായ കിട്ടി. കുഴപ്പമൊന്നുമില്ല. അവർക്ക് അങ്ങനെ വിഷയമില്ല. അവനെ അമ്മേൻ്റെ ആളാ. ആണോ? എൻ്റെ സ്വന്തം ആളാ. നേരത്തെ പരിചയപ്പെട്ടോ? എപ്പോഴോ? പക്ഷെ ഹുസൈൻ വരുന്നുണ്ട്. അവൻ്റെ പേരൊന്ന് പറയണമെന്ന് പറഞ്ഞു. ആരാ? ഫ്രണ്ടാന്ന് പറയാൻ. ആണോ? അതിൻ്റെ കൂടെ ഇവിടുത്തെ 2 തെറിയും പറഞ്ഞിട്ടുണ്ട്. അതും കൂടെ പറയണമെന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലായി. നമ്മുടെ സാധനം എത്തിട്ടോ. അതാണ് നമ്മുടെ സാധനം. ബീഫ്, മട്ടൻ, ലാമ്പ്. ഇതങ്ങോട്ട് വെച്ചല്ലോ. പിന്നെ നടുക്കോട്ട് വെച്ചോ. അതിൻ്റെ അപ്പം അങ്ങനത്തെ ഏതാ ഇതിനെ? ഇതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ വലിച്ചിട്ട് കേട്ടോ കഴിക്കണ്ടേ. ഏതായാലും ഇത് ചിക്കൻ, ഇത് ബീഫ്. എടുത്തു. എങ്ങനെ എടുക്കും? കൈ കൊണ്ട് എടുക്കണം. രണ്ടത് പെട്ടിയിലേക്ക് വലിച്ചിട്ട്. സാധനം കൊള്ളായിരിക്കും എനിക്ക് തോന്നുന്നു കണ്ടിട്ട്. സാധനം വലുതാ. വലുതാ. അങ്ങനെ വേണം ഇടാം. അങ്ങനല്ല, ഫോർക്ക് കൊണ്ട് താട്ടിട്ടാ. ആദ്യത്തെ അടിയിലെ 2 വിട്ടാ ലിവിനെ. ജ്യൂസി കേട്ടോ. ആണോ? ജ്യൂസിയാ. കഴിക്കട്ടെ കേട്ടോ. അടിപൊളി സാധനമാണ് കണ്ടിട്ട്. കൊള്ളാട്ടോ. ബീഫ് രസമുണ്ട് കേട്ടോ. ഇത് മട്ടൻ. എരിവുള്ള സാധനം എന്തെങ്കിലും ഉണ്ടോ? എന്താ എന്നാൽ ഇവിടെ നിന്നൊരു ബീഫ് മേടിച്ചു. അടിപൊളി കേട്ടോ. തീർ ബീഫ് തണുപ്പത്ത് കഴിക്കാൻ അടിപൊളി കേട്ടോ. അങ്ങനെ ഇത് കൊണ്ടാണ് ലിവിനെ. ഇവിടെ കാര്യം കേട്ടോ. മട്ടന് കഴിക്കാൻ ആഗ്രഹമുള്ളവർ ഇവിടെ വന്നാൽ ചെറിയ പൈസ ഉള്ളൂ കേട്ടോ. അത് വലിയ പീസ് മട്ടൻ കിട്ടും അല്ലേ? ആ, സത്യമായ കാര്യം കേട്ടോ. ഗൈസ് ഫൈനലി നമ്മളങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. നമ്മളങ്ങനെ നേരെ തണുപ്പായി കേട്ടാ. സത്യം കേട്ടോ. തണുപ്പ് ഭയങ്കരമായിട്ട് കൂടി. പുറത്തിറങ്ങണ്ടായിരുന്നു കേട്ടോ അല്ലേ? ഗൈസ് നമ്മളങ്ങനെ നമ്മുടെ ഉറാൽ എന്ന് പറഞ്ഞ ലക്ഷ്യത്തിലേക്ക് നേരെ സഞ്ചരിക്കാൻ. സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങി കേട്ടോ. 5:30 ഇവിടുത്തെ. അപ്പം നാട്ടിലെ 6 മണി. 6 മണിയല്ലേ ഗൈസ് നോക്കൂ. 6 മണി, ഇവിടെ 5:30. വണ്ടി ഉണ്ടോ? പോട്ടെ. ഇന്ന് രാപകലില്ലാതെ ഓടിക്കും കേട്ടോ. ഇന്ന് ഓടിയില്ല. ഇന്ന് എപ്പോഴാണ് ഉറങ്ങുന്നത് അപ്പോഴേ വണ്ടി നിർത്തുള്ളൂ. ഇതാണോ ഡിഫൻഡറിന്റെ എതിരാളി? അതെ കിടക്കുന്നു. ഡിഫൻഡറിന്റെ ചൈന ഇതാ കിടക്കുന്ന എതിരാളി. 40 ലക്ഷം ഉറുപ്പിക ഗൾഫിലൊക്കെ. അത്ര വരെയുള്ളൂ. രാത്രിയായിട്ടോ. ഞങ്ങളെ വണ്ടി ഒന്ന് നിർത്തിയതാണ്. എന്താ സംഭവം എന്ന് വെച്ചാൽ എൻ്റെ ഹീറ്ററും സംഭവങ്ങളൊന്നും ശരിയാക്കണമായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പടിക്കാൻ തുടങ്ങി. കണ്ടറിയില്ലേ തണുപ്പാട്ടോ. ഗൈസ് അതിൻ്റെ പൈപ്പ് ഒന്ന് റെഡി ആക്കട്ടെ കേട്ടോ. ഇങ്ങോട്ട് കിട്ടിയാടാ ലിബി. എനിക്ക് ഇങ്ങോട്ട് ഒരെണ്ണം കിട്ടിയാൽ മതി. എൻ്റെ പ്രശ്നം കഴിഞ്ഞു. എൻ്റെ വശത്തോട്ട് ഒരെണ്ണം കിട്ടിയാൽ മതി. ഇതിന് 4 ഹോളുള്ളതുകൊണ്ട് വലിയ പ്രശ്നമില്ല കേട്ടോ. എൻ്റെ അമ്മു. അപ്പോൾ അവിടെ നിന്ന് ഊരി പോവായിരിക്കും അല്ലേ? എന്താ തണുപ്പെന്നറിയാവോ? അസാമാന്യ തണുപ്പ് കേട്ടോ പുറത്ത്. ഹീറ്ററും കൂടി പെട്ടുപോകും. ഇതാണ് നമ്മുടെ ഹീറ്ററിൻ്റെ ഡിസ്പ്ലേ കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ? അതായത് ഇത് കൂടുന്നതനുസരിച്ച് ഇത് കൂടും. ഇവിടെ ഹീറ്റ് കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റും കേട്ടോ. 1 ലിവിയുടെ ഇവിടെ കാണിച്ചു കൊടുത്ത ലിവി 2 പിന്നെ 4 കൊല്ലം കേട്ടോ. മൊത്തം 4 കൊല്ലം. മൊത്തം 4 കൊല്ലം. 4 കൊടുത്തിപ്പോൾ ഇത് ഈ സാധനം കൂട്ടിയിട്ടാണ് കേട്ടോ. പറക്കും. ഇത് എത്രയിലാണ് കിടക്കുന്നത്? 36. അതൊരു 28 ഇട്ടാൽ മതി കേട്ടോ. രാത്രിയായി. നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് പിടിക്കാം. കിലോമീറ്റർ കുറയുന്നില്ലല്ലോ ഇവനെ. എത്ര ഓടിച്ചിട്ട് എത്തുന്നില്ലല്ലോടാ അല്ലേടാ? 8 മണിക്കൂർ എന്നുള്ളത് കുറയുന്നേ ഇല്ല. ഈ പ്രാവശ്യം ഓടിയിട്ട് എത്തുന്നേ ഇല്ല കേട്ടോ. ഈ വാഹനത്തിൻ്റെ ലിബിനിരിക്കുന്ന ഭാഗം കിർഗിസ്ഥാൻ കേട്ടോ. നമ്മൾ സഞ്ചരിക്കുന്ന ഭാഗം കസാക്കിസ്ഥാൻ. പിന്നെ ആ ഒരു സൈഡിൽ നമ്മൾ എത്തിയേക്കണേ. ഇഷ്ടംപോലെ പോസ്റ്റുകളുണ്ട് കേട്ടോ. ഔട്ട് പോസ്റ്റുകൾ. ഇനിയും നമുക്ക് 2432 കിലോമീറ്റർ. ഇന്ന് രാത്രി ഉറക്കം വരുന്നോളം വരെ യാത്ര ചെയ്യുക എന്നുള്ളതാണ്. 3-3.5 മണിക്കൂർ ഓടിക്കുവാണേലേ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ എത്താൻ പറ്റും. അല്ല ഇന്നേ മാക്സിമം ഓടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. മനസ്സിലായോ? അല്ലെങ്കിൽ നമ്മൾ എവിടെ എത്താതായിപ്പോൾ. അപ്പം ഞാൻ പറഞ്ഞാൽ 3-3.5 വരെ ഓടിക്കുക ഇവനെ. എന്നിട്ട് രാവിലെ ആയിട്ട് വാക്കിങ് കൂടെ പോവാം. അതേ രക്ഷയുള്ളൂ. അതായിരിക്കും നല്ലത്. ഉറക്കമില്ലാതെ ഞങ്ങൾ
രാപ്പകലില്ലാതെ ഓടിച്ചോണ്ടിരിക്കും കേട്ടോ ഗൈസ്. നമുക്ക് ഒരു 5 മണിക്കൂർ കൂടെ ഓടിക്കൊടുക്കണം. ഇപ്പം തന്നെ ഒരു ദിവസം 5 മണിക്കൂറോട്ടാണ് കാണിക്കുന്നത് ഗൈസ്. ഒരുത്തനാണ് ഇവിടെ ഉറക്കുളച്ച് കണ്ണും നട്ട്. അതിന്റെ സംഭവം വെച്ചാൽ നമുക്ക് ഈ സമയത്ത് നന്നായിട്ട് വണ്ടി ഓടി തീരാൻ പറ്റും. പകലാകുമ്പോൾ ട്രക്ക് ഭയങ്കരമായിട്ട് കൂടിയിട്ട് നമുക്ക് വണ്ടി ഓടി തീരാൻ പാടാം. വളരെ പിന്നെ എന്താ പറയാ, അന്ന് മഞ്ഞുള്ളപ്പം ഇത്രയും പിന്നെ വിഷമമില്ല. ഇപ്പൊ ആണേല് ഭയങ്കര വണ്ടി ചില സ്ഥലങ്ങളിൽ ഒറ്റ വരിക ഒരു എങ്ങനെ പോയാലും 100-150 കിലോമീറ്റർ വൺ ലൈൻ ആയി കഴിഞ്ഞാൽ പിന്നെ കുടുങ്ങിയിട്ടാണ്. Алейкум ассалам. Moscow, Moscow. Moscow. English. Hindustan. Hindustan. Thank you. ഭാഗ്യം. പോയിട്ടില്ല ഒളിവിന്. അവരെല്ലാം ലൈറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു കേട്ടോ. എല്ലാ സംഭവങ്ങളും നോക്കി. ക്യാമറ കണ്ട അവർ ഓടി. അവരെ അതാ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. എനിക്ക് രാത്രി പിടിക്കും 100% ഉറപ്പായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ കാണുന്ന സീറ്റ് ബെൽറ്റ് ഇട്ടത്. ലിബിനോട് ഇടാനും പറഞ്ഞു. ഞങ്ങൾ ഇട്ടായിരുന്നു. പിന്നെ ക്യാമറ ഉള്ളതുകൊണ്ട് പോയി കിട്ടി കേട്ടോ. എന്നോട് ഇറങ്ങാൻ പറഞ്ഞു. ഓടി വന്ന് ക്യാമറ 3 ഉദ്യോഗസ്ഥരോട് ക്യാമറ ഉണ്ട് മുക്കോളാൻ പറഞ്ഞു. ഗൈസ് ഫൈനലി നമ്മൾ പോകുന്ന വഴിക്കാണ്. അപ്രോക്സിമേറ്റ് ഇനിയും മണിക്കൂറുകളോളം ഓടേണ്ടി വരും. അറിയില്ല കേട്ടോ എങ്ങനെയാവുന്നുള്ളത്.